ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക്. അങ്ങനെ 2 മാസം നീണ്ടു നിന്ന ആ വെടിനിർത്തൽ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഗാസയെ ആക്രമിച്ചിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം 413ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതും റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ് കൂടുതലും മരിച്ചതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എങ്ങനെയായാലും 400-ന് മേളിലാണ് മരണസംഖ്യ എന്നാണ് പറയുന്നത്. അതോടൊപ്പം 151ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും 2 മാസമായിട്ട് വെടിനിർത്തലില്ലായിരുന്നു, ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഇത് ഇസ്രായേൽ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമെന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതോടൊപ്പം പതിവ് പോലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത അമേരിക്കയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പതിപോലെ എന്നും അമേരിക്ക ഇസ്രായേലിന് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് വീണ്ടും ഈ ഒരു സംഭവത്തിലും തുടർന്നിരിക്കുകയാണ്. ഹമാസ് കാരണമാണ് യുദ്ധം പിന്നെയും സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തന്നെ. ഏതായാലും 2 മാസം നീണ്ടു നിന്ന വെടിനിർത്തലാണ് വീണ്ടും അവസാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ലംഘിച്ചു എന്ന് പറയാം. 2025 ജനുവരി 15-നായിരുന്നു ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്താമെന്നൊരു സമ്മതം അല്ലെങ്കിൽ വെടിനിർത്താമെന്നൊരു ധാരണയിലെത്തിയതും. 2025 ജനുവരി 19-നാണ് വെടിനിർത്തൽ ആരംഭിച്ചതും. കറക്റ്റ് 2 മാസമാകുമ്പോഴേക്കും വീണ്ടും ആ ഒരു വെടിനിർത്തൽ അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും അവിടെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഏതായാലും ഹമാസ് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീണ്ടും പഴയ പോലെ തന്നെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവുമായിട്ടും കൊലകളും ഇതൊക്കെയായിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോകും. അതോടൊപ്പം ഇസ്രായേലിന് സപ്പോർട്ടാണ്. അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്നുകൊണ്ട് പിന്നെ ഗാസയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് കാര്യം. ഒരു ഭാഗത്ത് അമേരിക്ക റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ഒരു ഭാഗത്ത് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വമ്പന്മാരെല്ലാം കൂടെ ഒന്നു ചേരുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ലോകത്ത് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് പറയാം. വമ്പന്മാരെല്ലാം ഒരു ഭാഗത്ത്. ഏതായാലും വെടിനിർത്തൽ ലംഘിച്ചതോടുകൂടി വീണ്ടും, അതും ഈ പുണ്യമാസത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഒന്നുകൂടെ വഷളായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റംസാൻ മാസത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതെന്നും മറ്റൊരു ഇതാണെന്ന് പറയാം. ഏതായാലും 400-ലേറെ പേരാണ് അവിടെ കൊല്ലപ്പെട്ടതും 150-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും അത്ര ശുഭകരമായ വാർത്തയല്ല പശ്ചിമേഷ്യയിൽ നിന്നും. പതിവ് പോലെ തന്നെ വീണ്ടും യുദ്ധത്തിൻ്റെ രാവുകൾ ഡെയിലി ഇസ്രായേലും അല്ലെങ്കിൽ പാലസ്തീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗാസ ആയിക്കോട്ടെ, അവരെല്ലാം ഡെയിലി ഉറങ്ങി എഴുന്നേൽക്കുന്നതിൻ്റെ യുദ്ധത്തിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടായിരിക്കും. കുറച്ച് നാളത്തേന് അതില്ലാതിരുന്നു. വീണ്ടും ആ ഒരു ദിവസങ്ങളിലേക്കാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെ പറയാം. ഏതായാലും 2 മാസം നീണ്ട ആ ഒരു സമാധാനത്തിൻ്റെ ദിനങ്ങളാണ് വീണ്ടും ഇസ്രായേൽ ഇല്ലാതാക്കിയത്. ഇനി ഉറപ്പായിട്ടും ഹമാസ് തിരിച്ചടിക്കും. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ടാകും. ഇതൊരു തുടക്കം മാത്രമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനിയും ഒട്ടേറെ ആക്രമണങ്ങൾ ഗാസയ്ക്ക് മേൽ, ഹമാസിന് മേൽ ഇസ്രായേൽ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും വളരെ നല്ല വാർത്തകളല്ല പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.